ഹായ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ 200ാമത്തെ എക്സാമാണ്. എൻ്റെ 200ാമത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. MD സെമിനാരി സ്കൂളിലാണ്. നമുക്ക് ആദ്യമേ ഒരു പൊറോട്ട കഴിച്ചിട്ട് തുടങ്ങാം. പൊറോട്ടയ്ക്ക് ഒരു മുട്ട പുഴുങ്ങിയത് മേടിച്ചു, ഗ്രേവി മേടിച്ചു. അപ്പോൾ മുട്ടക്കറി ആയല്ലോ. ഒരു ചായയൊക്കെ കുടിച്ചു, നല്ല അടിപൊളി ചായ. നേരെ കോട്ടയത്തേക്ക് ബസ് കയറാൻ വേണ്ടി ഈരാറ്റുപേട്ട സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു. ഈ കാണുന്നതാണ് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ്. വഴിയിൽ നിന്ന് 2 പേര് കയറി. അങ്ങനെ ബസ് കോട്ടയം ലക്ഷ്യമാക്കി പോവുകയാണ്. കോട്ടയത്താണ് എനിക്ക് എക്സാം. 1:30ക്കാണ് എക്സാം. ഞാൻ BCom കഴിഞ്ഞിട്ട് 2017 BCom കഴിഞ്ഞാണ്. ഇതുവരെ 200 എക്സാം എഴുതി. PSC, CSEB, UPSC അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന എക്സാമുകൾ എഴുതി വളരെയധികം മനോഹരമായി പൊട്ടിയിരിക്കുകയാണ്. ഒരു ടിക്കറ്റൊക്കെ എടുത്ത് പാലയിൽ നിന്ന് കയറിയതാണ്. കണ്ടക്ടർ ബാലൻസ് തരുന്നില്ല. ബാലൻസ് ഇനി കിട്ടുന്നിടം വരെ നെഞ്ചിലൊരു തീയാണ്. 162 രൂപ കിട്ടാനുണ്ട്. അത് പൈസ കിട്ടുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബസ് കോട്ടയം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇത് മണർകാട് റൂട്ടാണ്, കോട്ടയം മണർകാട് റോഡ്. അങ്ങനെ ബസ്സിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, പോകുന്ന വഴിയെല്ലാം നല്ല രസമുണ്ട്. ഈ എക്സാം എഴുതാൻ പോയ പൈസ എല്ലാം കൂടെ കൂട്ടിയൊക്കെ നല്ലൊരു ബിസിനസ് ചെയ്യായിരുന്നു. ഇതാണ് മണർകാട് പള്ളി. നല്ല അടിപൊളി ഒരു പള്ളിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓരോ എക്സാമിന് പോകുമ്പോഴാണ് ഈ BCom ഇതൊക്കെ പഠിച്ച് എന്തിനാണെന്ന് ആലോചിക്കുന്നത്. എന്നിട്ട് എഴുതുന്നത് 10ാം ക്ലാസ് ലെവലിൽ ജോലി. ആ +2 പോയ 2 വർഷവും അങ്ങനെ ചായ കുടിച്ചു. നമ്മളങ്ങനെ സ്കൂളിൽ ഫൈനലി എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എക്സാം എഴുതിയിട്ട് പറയാം. ഇത് അടിപൊളിയൊരു സ്കൂളാണ്. MD സെമിനാരി സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ഞാൻ പണ്ട് കോട്ടയത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സ്കൂളാണ് ഈ സ്കൂളിപ്പോൾ മാറിപ്പോയിരിക്കുന്നു. ഒരുപാട് ഇവിടെ ഇപ്പോൾ പാർക്കുകളും അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ജിംനേഷ്യം. പിന്നെ അടിപൊളി ജിംനേഷ്യം. തൊട്ടടുത്ത് തന്നെ ഒരു പക്ഷിക്കൂടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും എക്സാമിന് വന്നപ്പോൾ തന്നെയുള്ള ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയുള്ള അടിപൊളി ആക്ടിവിറ്റീസ്. ഇങ്ങനെ ഫൈനലി എക്സാമൊക്കെ എഴുതി പൊട്ടിയിട്ട് കോട്ടയത്ത് വന്നു. ഇതാണ് കോട്ടയത്തിൻ്റെ ഐക്കണായ നമ്മുടെ പടവലം പന്തൽ.